الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റംദത്തുൽ അഹ്കാമിൽ കിതാബ് ത്വഹാറയിലെ ശുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന അധ്യായത്തിലെ അവസാനത്തെ ബാബാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചത്. അഥവാ ബാബുൽ ഹൈർ, സ്ത്രീകളുടെ ആർത്തവ രക്തവുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്ന അധ്യായം. അതിലുള്ള ഒന്നാമത്തെ ഹദീസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ആ ഹദീസ് വായിക്കുന്നതിന് മുമ്പ് ബാബുൽ ഹൈർ മനസ്സിലാകുവാൻ നമ്മൾ ചില മുഖദ്ദിമകൾ, ചില ആമുഖങ്ങൾ പറഞ്ഞിരുന്നു. അതിൽപ്പെട്ടതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസത്തിൽ ഉണ്ടാകുന്ന ഈ ആർത്തവം അത് രണ്ട് രൂപത്തിലുള്ള സ്ത്രീകൾ ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് മുഅ്താദായ അഥവാ പതിവായി ഒരേ എണ്ണം ദിവസം ഹൈദ് ഉണ്ടാകുന്ന സ്ത്രീകൾ, അവർക്കാണ് മുഅ്താദത്തായ സ്ത്രീകൾ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ 6, 7, 5 എത്രയാണോ ദിവസം ഉണ്ടാകുന്നത് അത് പതിവായി അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് അൽ മർഅത്തുൽ മുഅ്താദ എന്ന് പറയുന്ന അങ്ങനെയുള്ള സ്ത്രീകൾ. പിന്നീട് നമ്മൾ പറഞ്ഞു അൽ മർഅത്തുൽ മുമയ്യിസ. അങ്ങനെ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അവരുടെ രക്തം ആർത്തവമാണോ അതല്ല അമിതമായി ഉണ്ടാകുന്ന രക്തസ്രാവമാണോ ഇസ്തിഹാവത്താണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്ത്രീകളാണ്. ഈ രണ്ട് രൂപത്തിലാണ് ഉണ്ടാകുക എന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഇത് തിരിച്ചറിയൽ ഇത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പറഞ്ഞു ഈ അധ്യായം എന്ന് പറയുന്നത് ഇത് ഫിഖ്ഹിലെ ഒരുപാട് പ്രയാസമുള്ള അധ്യായങ്ങളിൽപ്പെട്ട ഒന്നാണ്. കാരണം അതിന്റെ പ്രയാസം എന്ന് പറയുന്നത് വരുന്ന രക്തം അത് ആർത്തവമാണോ രക്തസ്രാവമാണോ എന്ന് തിരിച്ചറിയാനുള്ള പ്രയാസമാണ്. അതല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് എളുപ്പം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു അധ്യായം നമ്മൾ ഏറ്റവും പ്രയാസം എന്ന് പറയുന്നത് ആ ഒരു തിരിച്ചറിവിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു ഈ കഴിഞ്ഞ ഹദീസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പാഠങ്ങളായി നമ്മൾ പറഞ്ഞു ഒരു സ്ത്രീയുടെ ആദത്തും അവരുടെ തമീസും അത് രണ്ടും വൈരുദ്ധ്യമായി വന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആദത്തിനെ മുന്തിക്കണം എന്ന് പറഞ്ഞാൽ സ്ഥിരമായി 6 ദിവസം ഹൈദ് ഉണ്ടാകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മാസം 7ാമത്തെ ദിവസവും രക്തമുണ്ടായാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പരിഗണിക്കേണ്ടതില്ല. മറിച്ച് അവരുടെ ആദത്തിനെയാണ് അവർ പരിഗണിക്കേണ്ടത്. അമിതമായി ഉണ്ടാകുന്ന രക്തം അത് രക്തസ്രാവമായിട്ടാണ് പരിഗണിക്കുക. ഈ ഹദീസിൽ നമ്മൾ അതിന്റെ തെളിവ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ദഹബ ഖദ്റുഹാ, അതിന്റെ കണക്ക് അത് പോയാൽ നീ എന്ത് ചെയ്യണം, നിസ്കരിച്ചോളുക എന്ന് പറഞ്ഞു. സ്ഥിരമായി രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു സ്ത്രീയോട് പറഞ്ഞു അതിന്റെ കണക്ക് അത് കഴിഞ്ഞാൽ, അഥവാ ഹൈദ് എത്ര ദിവസമാണോ പതിവായി ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് ബാക്കി വരുന്നത് ഇസ്തിഹാവത്തായി കണ്ട് അങ്ങനെ ആ ദിവസങ്ങളിൽ നോമ്പും നിസ്കാരവും ഒക്കെ നിർവഹിക്കണം എന്ന കാര്യം നമ്മൾ പഠിച്ചു. ഇതാണ് ഒന്നാമത്തെ പാഠമായി പറഞ്ഞത്. രണ്ടാമത്തേതായി നമ്മൾ പറഞ്ഞു ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇസ്തിഹാലത്ത് ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ വക്തിനും വുളു നിർബന്ധമാണ്. അഥവാ വുളു മുറിയുന്ന മറ്റു കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും അവർക്ക് ഓരോ വക്തിനും വുളു എടുക്കേണ്ടതുണ്ട്. എന്നാൽ കുളി ഓരോ വക്തിനും കുളിക്കേണ്ടതുണ്ടോ? ആവശ്യമില്ല. മറിച്ച് അവർക്ക് കുളി നിർബന്ധമാകുന്ന മറ്റെന്തെങ്കിലും കാര്യം ഒപ്പം ഉണ്ടായാൽ മാത്രമേ കുളിക്കേണ്ടതുള്ളൂ. അതല്ല എങ്കിൽ അവർക്ക് കുളിക്കേണ്ടതില്ല. എന്നാൽ ഒരു ഹൈലുള്ള ഒരു സ്ത്രീ മാസത്തിൽ ഇസ്തിഹാവത്തുള്ള ഒരു സ്ത്രീ, ആർത്തവ രക്തത്തിന് പുറമെ രക്തസ്രാവമുള്ള സ്ത്രീ, അവർ നാം പറഞ്ഞു പൊതുവെ 7 ദിവസമാണ് എങ്കിൽ 8ാമത്തെ ദിവസമോ അല്ലെങ്കിൽ 9ാമത്തെ ദിവസമോ വരെ രക്തം നീണ്ടു കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞാൽ അവർ ഒരു കുളി കുളിക്കണം. ആ കുളി അവർക്ക് നിർബന്ധമാണ്. കാരണം അത് അവരുടെ ഹൈദിനെ കണക്കാക്കിക്കൊണ്ടുള്ള കുളിയാണ്, അത് നിർബന്ധമാണ്. എന്നാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ അവർ കുളിക്കേണ്ടതില്ല. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കഴിഞ്ഞ ഹദീസിൽ മനസ്സിലാക്കിയ കാര്യമാണ്. അതുപോലെ പറഞ്ഞു ആർത്തവ രക്തം അത് നജിസാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയമാണ്. ഇത്രയുമാണ് കഴിഞ്ഞ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത ഹദീസ് അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന ഉമ്മ ഹബീബ ഉസ്തുഹീളത് 7 سنين فسألت رسول الله صلى الله عليه وسلم عن ذلك فأمرها أن تغتسل قالت فكانت تغتسل لكل صلاة. ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഉദ്ധരിക്കുകയാണ്
ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവർ ഉസ്തുഹീലത് 7 സിനീൻ, അവർക്ക് 7 വർഷത്തോളം രക്തസ്രാവം ഉണ്ടായിരുന്നു എന്നാണ്. 7 വർഷത്തോളം എന്ന് പറഞ്ഞാൽ അതിന്റെ മിക്ക ദിവസങ്ങളിലും എന്ന് മനസ്സിലാക്കാം. അഥവാ അങ്ങനെ ഒരു പ്രയാസം അവർക്ക് ആരംഭിച്ചിട്ട് 7 വർഷത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. ഇതിന്റെ അർത്ഥം 7 വർഷത്തിന് ശേഷമാണ് ഈ ഒരു വിഷയം വരുന്നത് എന്നല്ല. അവർ പിന്നീട് ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞതാകാം. കാരണം അവർ മസ്അല ചോദിക്കുന്നുണ്ട്. 7 വർഷം അവർ ചോദിക്കാതിരിക്കുക പിന്നീട് ചോദിക്കുക എന്നുള്ളത് പൊതുവെ ഉണ്ടാവുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞു അത് അവർക്കങ്ങനെ ഉണ്ടായിരുന്ന മുദ്ദത്ത്, ഇത്ര കാലയളവ് ഉണ്ടായിരുന്നു എന്ന് അറിയിക്കുന്നത് മാത്രമാണ്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. നോർമലായി പോകുന്ന സ്ത്രീകൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രസവം കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സമയത്ത് അവർക്ക് ഈ രൂപത്തിലെ രക്തസ്രാവം അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുക എന്നുള്ളത് പൊതുവെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇവർക്ക് അങ്ങനെ 7 വർഷത്തോളം അങ്ങനെ രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. ഫസഅലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ദാലിക്, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അഥവാ എന്ത് ചെയ്യണമെന്നുള്ളത് നേരത്തെ ഒരു ഹദീസിൽ നമ്മളത് കണ്ടതാണ്. ഫഅമറഹ അൻ തഗ്തസിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കുളിക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഖാലത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫകാനത് തഗ്തസിലു ലികുല്ലി സലാ, അവർ ഓരോ നിസ്കാരത്തിനും കുളിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കേണ്ട പാഠങ്ങളിലേക്ക് കിടക്കാം. ഒന്ന്, അവർ 7 വർഷത്തോളം അവർക്ക് രക്തമുണ്ടായിരുന്നു, അഥവാ അല സബീലിൽ അഗ്ലബ് മിക്ക ദിവസങ്ങളിലും അതുണ്ടായിരുന്നു എന്നാണ്. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് ചോദിച്ചു. ഫഅമറഹ അൻ തഗ്തസിൽ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കുളിക്കാൻ പറഞ്ഞു എന്നാണ്. അപ്പൊ കുളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് എല്ലാ നിസ്കാരത്തിനും കുളിക്കാൻ പറഞ്ഞു എന്നാണോ? അതല്ല, അവരോട് അപ്പോൾ ഇനി കുളിക്കുക എന്നുള്ളതാണോ ഉദ്ദേശിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ 2 രൂപത്തിൽ അതിനെ മനസ്സിലാക്കി, 2 തൗജീഹുകൾ, 2 രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, ചില റിവായത്തുകളിൽ വന്നിട്ടുള്ളത് എല്ലാ നിസ്കാരത്തിനും കുളിക്കണം എന്നുള്ള ഒരു രീതിയിലാണ്, എല്ലാ നിസ്കാരത്തിനും കുളിക്കണം എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ അഭിപ്രായമായ, അഥവാ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ കുളിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അഥവാ ആർത്തവത്തിന്റെ സമയം അത്രയും കഴിഞ്ഞാൽ അത് കുളിക്കണം, ഇനി നീ നിസ്കരിക്കണം. കാരണം അവർ അങ്ങനെ കുളിച്ചിട്ടുണ്ടാവുകയില്ല. അവർ പരാതിയുമായി വരുന്ന സമയത്ത് അവർക്ക് ഇസ്തിഹാദത്ത് തുടർച്ചയായിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി നിസ്കരിക്കണമെങ്കിൽ ആർത്തവത്തിന്റെ സമയം കണക്കാക്കിയിട്ട് അത് കഴിഞ്ഞു, അപ്പൊ അത് ഒന്ന് കുളിക്കണം. എന്നിട്ട് പിന്നീട് ഓരോ വക്തിനും അവർക്ക് വുളു എടുത്തുകൊണ്ട് നിസ്കരിച്ചാൽ മതി. അത് നമുക്ക് വേറെ റിവായത്തുകളിൽ മനസ്സിലാക്കാം. ഓരോ വക്തിനും വുളു എടുത്താൽ മതി എന്നുള്ളത് വേറെ റിവായത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഹദീസിൽ വന്നത് അവർ പറഞ്ഞല്ലോ, ഫകാനത് തഗ്തസിലു ലികുല്ലി സലാ, അത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അത് ആ സഹാബി സ്ത്രീയുടെ ഒരു ഇജ്തിഹാദായിരുന്നു. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഓരോ വക്തിനും കുളിക്കാൻ പറഞ്ഞിട്ടില്ല. അവരങ്ങനെ ചെയ്തതായിരുന്നു. അവർ അങ്ങനെ ഇജ്തിഹാദ് ചെയ്ത് അവരങ്ങനെ മനസ്സിലാക്കി, അങ്ങനെ അവർ ഓരോ വക്തിനും കുളിക്കുമായിരുന്നു. അതുകൊണ്ട് ആർത്തവം രക്തസ്രാവമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓരോ വക്തിനും അവർ കുളിക്കേണ്ടതില്ല. മറിച്ച് ആ ആർത്തവത്തിന്റെ സമയം കഴിഞ്ഞാൽ ഒന്ന് കുളിക്കുക. കാരണം ആർത്തവം അതിന്റെ കണക്കാക്കിയ 7 ദിവസം അല്ലെങ്കിൽ 6 ദിവസമാണ് അവർക്ക് പതിവായി ഉണ്ടാകുന്നതെങ്കിൽ ആ ദിവസം കഴിയുമ്പോൾ ഒന്ന് കുളിക്കുക. അപ്പോൾ ആർത്തവത്തിൽ നിന്നും അവർ ശുദ്ധിയായി, അവർക്ക് ഹുക്കുമായിട്ടുള്ള ശുദ്ധി ഉണ്ടാവുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അവർ ശുദ്ധിയാകുന്നില്ല, കാരണം രക്തം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എങ്ങനെയെങ്കിലും അത് ഒരു കണക്ക് നിശ്ചയിക്കേണ്ടതുണ്ട്. അപ്പോൾ പതിവായി ഉണ്ടാകുന്ന ദിവസത്തിന്റെ കണക്കാക്കിയിട്ട് കുളിക്കുക. ബാക്കിയുള്ള ദിവസത്തിന് ഓരോ വക്തിനും വുളു എടുക്കുക എന്നതേ അവർക്ക് നിർബന്ധമുള്ളൂ എന്നതാണ് പറയുന്നത്. ഇനി ഹദീസിൽ നിന്നുള്ള ചില പാഠങ്ങളുണ്ട്. ഫിഖ്ഹുൽ ഹദീസ്. ഒന്നാമതായിട്ട്, കൈഫ തഅരിഫുൽ മർഅതു ഇബ്തിദാഅ ഹൈലിഹാ വഇൻതിഹാഇഹി, സ്ത്രീ എങ്ങനെയാണ് അവരുടെ ഹൈലിന്റെ ആരംഭവും അതിന്റെ അവസാനവും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന്റെ ആരംഭം മനസ്സിലാക്കുക എന്നുള്ളത് അത് പൊതുവെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അഥവാ അവൾ രക്തം കാണുക എന്നുള്ളതാണ്. രക്തം കാണുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് ആർത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അടയാളങ്ങൾ ഉണ്ടാകും. പക്ഷെ അടയാളങ്ങൾ കൊണ്ടൊന്നും ഹൈൽ സ്ഥിരപ്പെടുകയില്ല. അവർക്ക് വേദനകൾ ഉണ്ടാകും. നാം പറഞ്ഞു, ആർത്തവം ഉണ്ടാകുന്ന സമയത്ത് വേദനകൾ ഉണ്ടാകും, അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ പ്രയാസങ്ങളൊന്നും ഉണ്ടാകുന്ന സമയത്ത് ആർത്തവം ആരംഭിക്കുന്നില്ല. ആർത്തവം ആരംഭിക്കുന്നത് രക്തം എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോഴാണ് ആർത്തവം ആരംഭിക്കുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ചില ആളുകൾക്ക് അവർ റമളാൻ മാസത്തിൽ ഉംറ ചെയ്യാനൊക്കെ എത്തിയതായിരിക്കും. മഗ്രിബിന് മുമ്പേ തന്നെ തവാഫ് ചെയ്യുന്ന വേളയിലോ നടക്കുന്ന വേളയിലോ അവർക്ക് പല രൂപത്തിലെ പ്രയാസങ്ങളുണ്ട്, കാലുവേദനകളുണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അങ്ങനെ ഹൈദ് ഉണ്ടാകുന്നതിന് മുമ്പ് പല പ്രയാസങ്ങളും ഉണ്ടാകും. പക്ഷെ ആ സമയത്തൊന്നും രക്തം വന്നിട്ടില്ല. രക്തം വന്നത് പിന്നീട് മഗ്രിബിന് ശേഷമാണെങ്കിൽ അന്നത്തെ ദിവസത്തെ നോമ്പും അവരുടെ ശരിയാണ്, അവരുടെ തവാഫും സഹീഹാണ്. കാരണം ആ വേദനകളൊന്നും തന്നെ ആർത്തവത്തെ സ്ഥിരപ്പെടുത്തുന്നില്ല.
ആർത്തവം അത് സ്ഥിരപ്പെടുത്തണമെങ്കിൽ അത് രക്തം കാണണം. റുഅ്യത്തുൽ ദം, രക്തം അവിടെ കാണുക എന്നുള്ളത് ആണ് ആർത്തവം സ്ഥിരപ്പെടുത്താൻ ഉള്ള കാര്യം. അയ്യുറ അദ്ദം, രക്തം കാണപ്പെടണം, എങ്കിൽ മാത്രമാണ് അത് സ്ഥിരപ്പെടുകയുള്ളൂ എന്ന്. ഇതിപ്പോ ഒന്നാമത്തെ കാര്യം അതാണ്, രക്തം അത് കാണണം, എന്നാലാണ് ആർത്തവമായിട്ടത് പരിഗണിക്കുക. അപ്പൊ അതിന്റെ ആരംഭം അതങ്ങനെ മനസ്സിലാക്കാൻ, രക്തം കണ്ടു കഴിഞ്ഞാൽ ആരംഭം. അതുപോലെ തന്നെ മറ്റൊരു നിബന്ധന കൂടിയുണ്ട്, അയ്യുഷ്തറത അയ്യുറ അദ്ദമു ഫി വഖ്തിഹി, രക്തം അതിന്റെ സമയത്ത് കാണണമെന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. അഥവാ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 9 വയസ്സിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ, 9 വയസ്സിന് മുമ്പ് രക്തം വന്നു കഴിഞ്ഞാൽ ആ രക്തം അത് ആർത്തവമായി പരിഗണിക്കുമോ, അല്ലെങ്കിൽ 10 വയസ്സിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ ആ രക്തം ആർത്തവമായി പരിഗണിക്കുമോ ഇല്ലേ എന്നുള്ളതാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മദ്ഹബിലുള്ള അഭിപ്രായം അത് ദമുൻ ഫസാദാണ്, അത് മോശം രക്തമാണ്, അത് ആർത്തവമായി പരിഗണിക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ അധിക ഉലമാക്കളും പറയുന്നത് ആർത്തവ രക്തം എപ്പോൾ കാണുന്നുവോ അത് ആർത്തവമായി പരിഗണിക്കണം. അതിന് വയസ്സിന്റെ ഹദ്ദില്ല, അത് ചിലപ്പോൾ നേരത്തെ ആകാം. അതുപോലെ അതിന്റെ അക്സറുൽ ഹദ്, അതിന്റെ അവസാനം, അതിനും ഒരു പരിധിയില്ല. അത് മദ്ഹബിലുള്ള അഭിപ്രായം 50 പറഞ്ഞവരുമുണ്ട്, 60 പറഞ്ഞവരുമുണ്ട്. അതിനപ്പുറത്തേക്ക് ആർത്തവം പൊതുവെ സ്ത്രീകൾക്ക് ഉണ്ടാവുകയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അതിനൊരു ഹദ്, ഒരു പരിധി നിശ്ചയിക്കാൻ സാധിക്കുകയില്ല. ഒരു സ്ത്രീക്ക് എപ്പോഴെങ്കിലും ആർത്തവത്തിന്റെ രക്തം കാണുകയാണെങ്കിൽ അത് ആർത്തവം തന്നെ, അത് പ്രായം കുറഞ്ഞാലും ശരി കൂടിയാലും ശരി. ഇത് അവരുടെ വയസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അടുത്ത വിഷയം എന്ന് പറയുന്നത്, ഒരു സ്ത്രീക്ക് ഒരു ആർത്തവം ഉണ്ടായി, അടുത്ത ആർത്തവം 13 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അവർ രക്തം കാണുകയാണെങ്കിൽ, 13 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അവർ രക്തം കാണുകയാണെങ്കിൽ അതൊരിക്കലും തന്നെ ആർത്തവമായി പരിഗണിക്കുകയില്ല. അഥവാ അഖല്ലു തുഹുർ, ഏറ്റവും കുറഞ്ഞ ശുദ്ധികാലം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നു അത് 13 ദിവസമാണ്. അപ്പൊ 13 ദിവസത്തിൽ കുറവ് ആകുന്നതിന് മുമ്പ് തന്നെ വീണ്ടും രക്തം കാണുകയാണ് എങ്കിൽ അവർക്കത് ശുദ്ധിയാക്കിക്കൊണ്ട് അവർക്ക് നിസ്കരിക്കാവുന്നതാണ്. അത് മുഖേന അവരുടെ നോമ്പ് കളയേണ്ടതില്ല, അതുപോലെ നിസ്കാരം ഉപേക്ഷിക്കേണ്ടതില്ല. അപ്പൊ അഖല്ലു തുഹുർ അത് 13 ദിവസമാണ്. അതിൽ കൂടിയിട്ടെപ്പ വന്നാലും അത് ആർത്തവമായി പരിഗണിക്കാം. 14ാമത്തെ ദിവസമോ അല്ലെങ്കിൽ 1 മാസത്തിന് മുമ്പേ തന്നെ 20 ദിവസത്തിന്റെ സമയമാകുമ്പോൾ വീണ്ടും വന്നാലൊക്കെ പരിഗണിക്കാം. പക്ഷെ 13 ദിവസത്തിന്റെ ഉള്ളിൽ വീണ്ടും രക്തം കാണുകയാണെങ്കിൽ അത് ആർത്തവമായി പരിഗണിക്കേണ്ടതില്ല എന്നാണ്. അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമായിട്ടാണ് എണ്ണപ്പെട്ടിട്ടുള്ളത്. അതങ്ങനെ സംഭവിക്കുകയുള്ളൂ. ഇതാണ് ഈ വിഷയം. അപ്പൊ ഇത് ആർത്തവത്തിന്റെ ആരംഭവുമായി ബന്ധപ്പെട്ട് കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എങ്ങനെയാണ് കൈഫ തഅരിഫുൽ മർഅതു ഇന്തിഹാ ഹൈലിഹ, ആർത്തവം നിലച്ചു എന്നെങ്ങനെയാണ് ഒരു സ്ത്രീ മനസ്സിലാക്കുക? പണ്ഡിതന്മാർ പറയുന്നു 3 അവസ്ഥകളിൽ, 3 കാര്യങ്ങളിലൂടെ ആർത്തവം നിലച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റും. 3 കാര്യങ്ങളിൽ. ഒന്നാമത്തേത് ഹുവ സഹൽ, അത് എളുപ്പമാണ്, പക്ഷെ എല്ലാ സ്ത്രീകൾക്കും അത് ഉണ്ടാവുകയില്ല. അൻ തറൽ മർഅതു അൽ ഖസ്സത്തുൽ ബൈളാ, വെളുത്ത രൂപത്തിലുള്ള ഒരു ദ്രാവകം അവസാനമായി പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അഥവാ രക്തത്തിന്റെ ആ ചുവന്ന കളർ അത് കഴിഞ്ഞതിന് ശേഷം വെളുത്ത രൂപത്തിലുള്ള ഒരു ദ്രാവകം ഉണ്ടാകുക. ഇതെല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുകയില്ല. അത് ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് അത് മുഖേന മനസ്സിലാക്കാൻ സാധിക്കും എന്റെ ആർത്തവം നിലച്ചു. നമ്മൾ നേരത്തെ ആർത്തവത്തിന് 5ഓളം നിറങ്ങളുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഇമാം മാലിക്കിന്റെ മദ്ഹബിൽ 6 നിറമുണ്ട്, അത് വെള്ളയും ആർത്തവമാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു അത് ശരിയായ അഭിപ്രായമല്ല, മറിച്ച് ഖസ്സത്തുൽ ബൈള എന്നുള്ളത് അലാമത്തു തുഹുർ, ശുദ്ധിയുടെ അടയാളമായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം, ഖസ്സത്തുൽ ബൈള, വെള്ള രൂപത്തിലെ ദ്രാവകമാണ് അവസാനം ഉണ്ടാകുന്നത് എങ്കിൽ അത് അവരുടെ ആർത്തവം നിലച്ചു എന്നുള്ളതിന്റെ അടയാളമാണ്. രണ്ടാമതായിട്ട് ആർത്തവം നിലച്ചു എന്ന് മനസ്സിലാക്കുന്നത് യുഹ്കമു ബിൻതിഹാഇൽ ഹൈലിൽ മർഅതി ബിൽ ജഫാഫി താം, പൂർണ്ണമായി ഉണങ്ങുക എന്നുള്ളതാണ്. അഥവാ അതിൽ നിന്ന് ഒരു അംശം രക്തം പിന്നീട് വരാതിരിക്കുക. അത് ഓരോ സ്ത്രീകൾക്കും വ്യത്യാസപ്പെടുമെന്നാണ്. ചില ആളുകൾക്ക് 2 മണിക്കൂർ നേരത്തേക്ക് ഒന്നുമില്ല എങ്കിൽ അവരുടെ രക്തം ഏതാണ്ട് നിലച്ചിട്ടുണ്ടാകും. വേറെ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വക്ത്, അത്രയും ളുഹർ കഴിഞ്ഞാൽ അസർ വരെയുള്ള സമയം, അത്രയും നേരം നിലച്ചാലായിരിക്കും അവരുടെ ആർത്തവം നിലക്കുക. ആ രൂപത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ, പിന്നീട് രക്തമൊന്നും വരാതിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ശുദ്ധി സംഭവിച്ചു. അപ്പൊ അതിനുശേഷം അവർക്ക് കുളിക്കാം, പിന്നീട് നിസ്കാരം ആരംഭിക്കാം പോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ രണ്ടാമത്തെ രീതി അതാണ്, പൂർണ്ണമായ ഉണക്കം സംഭവിക്കുക, അതിൽ നിന്നും പിന്നീട് ഒന്നും വരാതിരിക്കുക. മൂന്നാമത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അയ്യക്കൂന ഹുക്മൻ,
വജൂദിദ്ദം, രക്തമുണ്ട്, പക്ഷെ നമ്മളൊരു ആർത്തവം നിലച്ചു എന്നുള്ളൊരു വിധി മാത്രമാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് അതെന്ന് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. രക്തസ്രാവം സ്ഥിരമായി ഉണ്ടാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസവും രക്തമുണ്ടാകുന്ന സമയത്ത് രക്തം നിലക്കുന്നില്ല. പക്ഷെ 6ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യാണ്? അതോടുകൂടി ആർത്തവം കഴിഞ്ഞു എന്ന് പരിഗണിക്കുകയാണ്. അപ്പൊ രക്തം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ തുഹറിന്റെ ഹുക്മ്, ശുദ്ധിയുടെ ഹുക്മ് നമ്മൾ അവിടെ എടുക്കും. അഥവാ അവരുടെ സ്ഥിരമായിട്ടുള്ള കണക്ക് എത്രയാണോ ആദത്ത് പരിഗണിച്ചുകൊണ്ട് അതിലപ്പുറത്തേക്കുള്ളത് അത് നമ്മൾ തുഹറായി പരിഗണിക്കും. അവിടെ യഥാർത്ഥത്തിൽ രക്തം നിൽക്കുന്നില്ല എങ്കിലും നമ്മൾ ഈ രൂപത്തിൽ പരിഗണിച്ചുകൊണ്ടാണ് അവിടെ അവർക്ക് തുഹറുണ്ടായി, ശുദ്ധി ഉണ്ടായി, ആർത്തവം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അഥവാ ഇത് അത്തുഹറുൽ ഹുക്മി എന്നാണ് പറയുക. യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ കാണുന്ന ഒരു ശുദ്ധി ഉണ്ടാവുകയില്ല എങ്കിലും പതിവായിട്ടുള്ള 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അത് പരിഗണിച്ച് ബാക്കിയുള്ളത് ശുദ്ധിയായി പരിഗണിക്കുന്നതോടുകൂടി അവിടെ അങ്ങനെ ശുദ്ധിയായി മനസ്സിലാക്കും. അപ്പൊ ഈ 3 അവസ്ഥ ഉണ്ടായാൽ അല്ലെങ്കിൽ 3-ൽ ഏതെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർത്തവം നിലച്ചു എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം അവൾക്ക് കുളിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാം. ഇതാണ് ആർത്തവം എങ്ങനെ അവസാനിക്കും എന്നതുമായി ബന്ധപ്പെട്ടിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ 3 അഭിപ്രായങ്ങൾ. ഇനി 2 ചോദ്യങ്ങളാണ്. ഈ ചോദ്യം നമുക്ക് വായിച്ചാൽ എങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് ശരിയായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയാം. ചോദ്യം ഇതാണ്: ലൗ അന്നൽ മർഅ ലഹ ആദതു 5 അയ്യാം, ഒരു സ്ത്രീക്ക് സ്ഥിരമായി 5 ദിവസമാണ് ആർത്തവം ഉണ്ടാകുന്നത്. പിന്നീട് സുമ്മസ്തമറദ്ദം മഅഹ യൗമൻ സാദിസൻ, പിന്നീട് ഒരു മാസത്തിൽ 6ാമത്തെ ദിവസം രക്തമുണ്ടായി. ഫമത ഇൻതഹ തുഹറുഹ, അവരുടെ ശുദ്ധി എപ്പോഴാണ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് അത് അവസാനിക്കുന്നത്? എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സ്ഥിരമായിട്ട് 5 ദിവസമുള്ള സ്ത്രീകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം 6ാമത്തെ ദിവസം രക്തമുണ്ടായി. നമ്മൾ പറഞ്ഞു അവിടെ ചെയ്യേണ്ടത് അവരുടെ ആദത്തിനെ പരിഗണിക്കലാണ്. അഥവാ സ്ഥിരമായി 5 ദിവസം ഉണ്ടാകുന്ന സമയത്ത് അത് പരിഗണിക്കുക. ആ 5 ദിവസം കഴിയുന്നതോടുകൂടി അവർ കുളിക്കുക. എന്നിട്ട് 6ാമത്തെ ദിവസമുള്ള രക്തം അത് പരിഗണിക്കേണ്ടതില്ല, അത് ശുദ്ധിയായി മനസ്സിലാക്കുക. അഥവാ നമ്മൾ ഇപ്പൊ പറഞ്ഞ 3 കാര്യങ്ങളിൽ 3ാമത്തെ രീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അഥവാ അവിടെ രക്തം നിലക്കുന്നില്ല എങ്കിലും ശുദ്ധിയായി എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള 3ാമത്തെ രീതിയാണ് അവരവിടെ മനസ്സിലാക്കേണ്ടത്. അതാണ് അവിടെ പാലിച്ചിട്ടുള്ളത്. 2ാമത്തെ ചോദ്യം: ഇംറഅത്തുൻ ആദതുഹ 5 അയ്യാം, ഒരു സ്ത്രീയുടെ പൊതുവിലുള്ള ആദത്ത് 5 ദിവസമാണ്. വജാഅഹ അദ്ദമു 4 അയ്യാം ഫഖത്ത്, പക്ഷെ ഒരു മാസം അത് 4 ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. മത നഹ്കുമു ബിതഹാറത്തിഹ, നമ്മൾ എപ്പോഴാണ് അവർക്ക് ശുദ്ധിയായി എന്ന് മനസ്സിലാക്കേണ്ടത്? അഥവാ സ്ഥിരമായിട്ട് 5 ദിവസം ഉണ്ടാകുന്ന സ്ത്രീയാണ്, എന്നാൽ ഈ ഒരു മാസം 4ാമത്തെ ദിവസം തന്നെ അവൾ രക്തം നിലച്ചു. അപ്പോൾ എങ്ങനെയാണ് അവൾ മനസ്സിലാക്കേണ്ടത്? 5ാമത്തെ ദിവസം കൂടി ഹൈള് പോലെ കണക്കാക്കി നിസ്കാരം നോമ്പ് ഉപേക്ഷിക്കേണ്ടതുണ്ടോ? എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നു. അവിടെ അവർ ചെയ്യേണ്ടത് 4 ദിവസം കൊണ്ട് തന്നെ ഹൈള് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കലാണ്. കാരണം നമ്മൾ 2ാമതായി പറഞ്ഞ അജ്ജഫാഫ് ഉത്താം, പൂർണ്ണമായ ജഫാഫ് അവർക്ക് സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് 4ാമത്തെ ദിവസം തന്നെ അവർക്ക് രക്തം നിലച്ചിട്ടുണ്ട്, അപ്പൊ ഹൈളില്ല. അതുകൊണ്ട് 4 ദിവസം തന്നെ മതി. 5ാമത്തെ ദിവസം അവർക്ക് നിസ്കരിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നുള്ളതാണ്. 5ാമത്തെ ദിവസം നിസ്കരിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ വൈരുദ്ധ്യം ഉണ്ടായോ? കാരണം നമ്മൾ പറഞ്ഞു ആദത്തിനാണ് എപ്പോഴും മുന്തിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വൈരുദ്ധ്യം വരുന്നില്ല. കാരണം രക്തം ഉണ്ടാകുമ്പോഴാണ് വൈരുദ്ധ്യം വരുന്നത്. അത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്നത് അപ്പോഴാണ്. ഇവിടെ രക്തമുണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് രക്തം നിലച്ചു കഴിഞ്ഞാൽ, 4ാമത്തെ ദിവസം കൊണ്ട് നിലച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് കുളിച്ച് ശുദ്ധിയായി 5ാമത്തെ ദിവസം തൊട്ട് നിസ്കരിക്കാം. അന്ന് രക്തം ഇല്ല എങ്കിലും നമ്മൾ സ്ഥിരമായി 5 ദിവസം ഉണ്ടാകുന്നവരാണ് എന്ന് പറഞ്ഞൊന്ന് ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനിയൊരു മസ്അല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ്. മസ്അലത്തുൻ നഖാ എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീക്ക് പൊതുവെ 6 ദിവസമാണ് ഹൈള് ഉണ്ടാകുന്നത് എന്ന് കരുതുക. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് ഹൈള് നിലച്ചു. ഒരു മാസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹൈള് നിലച്ചു. പിന്നീട് 2 ദിവസം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, ശുദ്ധിയാണ് ഉണ്ടായത്. എന്നാൽ ആ 4 ദിവസം കഴിഞ്ഞ് 5ാമത്തെയും 6ാമത്തെയും ദിവസം വീണ്ടും ഹൈളുണ്ടായി. 5ാമത്തെയും 6ാമത്തെയും ദിവസം വീണ്ടും ഹൈളുണ്ടായി. അപ്പൊ ഈ ഇടയിലുള്ള 2 ദിവസം അതിന്റെ ഹുക്ം എന്താണ് എന്നാണ്. ഇടയിലുള്ള ഈ 2 ദിവസം അതിന്റെ ഹുക്ം എന്താണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നു. ഈ ഇടയിലുള്ള ദിവസത്തിന് അവർ വിളിക്കുന്നത് യൗമുൻ നഖാ എന്നാണ് അവർ വിളിക്കാറുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത്? യൗമുൻ നഖാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ തുഹ്റുൻ തസിഹു സലാത്തുഹു വസൗമുഹു ഫീഹി, അതിൽ നിസ്കാരവും നോമ്പും അനുവദിക്കപ്പെടുമെന്നാണ്. പല ആളുകൾക്കും അറിയാത്ത
പലപ്പോഴും തെറ്റായി മനസ്സിലാക്കുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. അതിന്റെ ഇടയിൽ ശുദ്ധിയുള്ള സമയത്ത് അവർക്ക് റമളാൻ ആണെങ്കിൽ ആ 2 ദിവസത്തിൽ നോമ്പെടുക്കാം. അത് സ്ഥിരമായി മാസത്തിൽ 1 മുതൽ 6 വരെ ഹൈദ് ഉണ്ടാകുന്ന സ്ത്രീകളാണെന്ന് കരുതുക. ഒരു മാസത്തിൽ അവർക്ക് 1ഉം 2ഉം ഉണ്ടായി, 3ഉം 4ഉം ഉണ്ടായില്ല, വീണ്ടും 5ഉം 6ഉം ഉണ്ടായി. അങ്ങനെയാകുന്ന സമയത്ത് ആ 3ഉം 4ഉം അത് തൊഹറായി പരിഗണിക്കണം. ആ ദിവസത്തെ 5ഉം 5ഉം 10 ഫർള് നിസ്കാരങ്ങളും അവർക്ക് നിർബന്ധമാണ്. അതോടനുബന്ധിച്ച് സുന്നത്തുകളും അവർക്ക് നിസ്കരിക്കാം. അതുപോലെ റമളാൻ ആണെങ്കിൽ ആ ദിവസത്തെ 2 ദിവസത്തെ നോമ്പും അത് അവർക്ക് നിർബന്ധമാണ്. അത് ശരിയാകും എന്നാണ്. ഇതിനെ രണ്ടാമത്തെ ഹൈലായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു ഹൈലിന്റെ ഇടയിൽ തന്നെ ഉണ്ടാകുന്ന കാര്യമാണ്. രണ്ടാമത് വരുന്നത് രണ്ടാമത്തെ ഒരു ഹൈലല്ല. കാരണം അതിന്റെ അതേ ദിവസങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 6 ദിവസം സ്ഥിരമായി ഉണ്ടാകുന്നവർക്ക് 1ഉം 2ഉം 5ഉം 6ഉമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് രണ്ടാമത്തെ ഹൈലല്ല. ഈ കാര്യത്തിനെ പണ്ഡിതന്മാർ പറയുന്നത് അൽ ഹൈലത്തുൽ മുലഫഖ, അൽ ഹൈലത്തുൽ മുലഫഖ എന്നാണ്. ലഫഖ എന്ന് പറഞ്ഞാൽ അത് വ്യാജമായി ഉണ്ടാകുക, ഫേക്കായി ഉണ്ടാകുക എന്നാണ് അതിന്റെ അർത്ഥം. അതോടെ തൽഫീഖുൽ ഹൈൽ, ഹൈലത് രണ്ടാമത് അങ്ങനെ ഒന്ന് നിലച്ച് വീണ്ടും ഉണ്ടാകുക എന്ന രീതിയാണ്, എന്നൊരു മസലയാണ് പണ്ഡിതന്മാർ ഇതിന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഈ 2 ദിവസം അവർക്ക് പൂർണ്ണമായി നിസ്കരിക്കാം. അതുപോലെ തന്നെ നോമ്പ് റമളാൻ മാസമാണെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള വിശദീകരണം. അടുത്ത ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, കുൻതു അഗ്തസിലു അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇനാഇൻ വാഹിദ് കിലാനാ ജുനുബ്. അടുത്തൊരു ഹദീസായിട്ട് ഇതിന്റെ കൂടെ തന്നെ അദ്ദേഹം കൊടുത്തതാണ് വകാന യഅ്മുറുനി ഫഅത്തസിറു ഫയുബാശിറുനി വഅന ഹായിദ്. അടുത്ത ഒരു ഹദീസായി അതിന്റെ കൂടെ അദ്ദേഹം കൊടുത്തു വകാന യുഖ്രിജു റഅസഹു ഇലയ്യ വഹുവ മുഅ്തകിഫുൻ ഫഅഗ്സിലുഹു വഅന ഹായിദ്. 3 കാര്യങ്ങളാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ഒന്നാമതായി ഇവിടെ പറഞ്ഞു, ഇത് ഹൈലുള്ള ഒരു സ്ത്രീകളുടെ അഹ്കാമുകളായി ബന്ധപ്പെട്ട കാര്യമാണ്. അവർക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല പോലെയുള്ള കാര്യങ്ങളാണ് ഈ ഹദീസിൽ വിശദീകരിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുൻതു അഗ്തസിലു, ഞാൻ കുളിക്കുമായിരുന്നു, അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇനാഇൻ വാഹിദ്, ഒരൊറ്റ പാത്രത്തിൽ തന്നെ, ഒറ്റ പാത്രത്തിലെ വെള്ളത്തിൽ നിന്ന് തന്നെ നമ്മൾ 2 പേരും കുളിക്കുമായിരുന്നു. കിലാന ജുനുബ്, നമ്മൾ 2 പേരും ജനാബത്തുകാരായിരിക്കും. അത് ജനാബത്ത് ഉണ്ടാകുന്ന സമയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. 2 പേരും ജനാബത്ത് ഉണ്ടായിരിക്കെ തന്നെ ഒരേ പാത്രത്തിൽ നിന്ന് തന്നെ വെള്ളം കോരി നമ്മൾ 2 പേരും കുളിക്കുമായിരുന്നു. വേറെ ചില റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ അതിലേക്ക് ഇടുമ്പോൾ ഞാൻ എടുക്കുമായിരുന്നു, ഞാൻ ഇടുമ്പോൾ റസൂൽ കൈ എടുക്കുമായിരുന്നു എന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒരുമിച്ച് കുളിച്ചിട്ടുണ്ട്. അത് ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുള്ള കാര്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ഔറത്തുകൾ കാണുക എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമല്ല. ഒരു ദഈഫായ ദുർബലമായ ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് വരെ എന്റെ ഒന്നും അദ്ദേഹം കണ്ടിട്ടില്ല, അവിടുന്നൊന്നും എന്റേതും കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. അത് വളരെ ദുർബലമായ ഹദീസാണ്, അത് തെളിവിന് കൊള്ളുന്നതല്ല. അതുകൊണ്ട് ഇത്തരം ഹദീസുകളിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം അവരുടെ ഔറത്തുകൾ കാണുന്നതിന് യാതൊരു തെറ്റുമില്ല എന്ന് തെളിവ് പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ, അതല്ലാത്ത ആളുകൾക്ക് അത് അനുവദനീയമല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത് ഒരു ഫായിദയായി പണ്ഡിതന്മാർ പറഞ്ഞത് അതാണ്. ഇതിൽ രണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ 2 പേരും ജനാബത്തുകാരായിരിക്കും കുളിക്കും. അതുപോലെ തന്നെ ജനാബത്തുകാരുടെ കയ്യിൽ നജസ്സൊന്നും ഉണ്ടാവുകയില്ല. ജനാബത്ത് ഇന്നൽ മുഅ്മിന ലാ യൻജുസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിൻ നജസാവുകയില്ല. അപ്പൊ ജനാബത്ത് ഒരിക്കലും കയ്യിൽ ബാധിക്കുകയില്ല. കൈ കൊണ്ട് വെള്ളത്തിൽ എടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് ആ വെള്ളം നജസാകുകയില്ല. അത് ശുദ്ധിയുള്ള വെള്ളം തന്നെയാണ്. അതിൽ തന്നെയാണ് ജനാബത്തിന്റെ കുളിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഫായിദയും അതിൽ മനസ്സിലാക്കാം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നും കുളിക്കുമായിരുന്നു, നമ്മൾ 2 പേരും ജനാബത്തുകാരായിരുന്നു എന്ന് സൂചിപ്പിച്ചതാണ്. അത് അനുവദനീയമാണ്. അല്ലാതെ ഭാര്യയുടെ ബാക്കി വെള്ളത്തിൽ ഭർത്താവിന് കുളിക്കാൻ പാടില്ല, ഭർത്താവിന് ബാക്കി വെള്ളത്തിൽ ഭാര്യയ്ക്ക് കുളിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കേണ്ടതില്ല. അവർക്ക് ഇത് അനുവദനീയമാണ്. ഒരുമിച്ച് കുളിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യത്തിൽപ്പെട്ടതാണ്. അടുത്ത റിവായത്തിൽ വന്നത് വകാന യഅ്മുറുനി ഫഅത്തസിറു ഫയുബാശിറുനി വഅന ഹായിദ്. വകാന യഅ്മുറുനി ഫഅത്തസിർ, അവിടുന്ന് കൽപ്പിക്കുമായിരുന്നു. ഫഅത്തസിർ, ഇത്തസറ എന്ന് പറഞ്ഞാൽ ഇസാർ ധരിക്കുക എന്നാണ്. ഇസാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പറയുന്ന പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ലുങ്കി എന്നോ തുണി എന്നോ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ആ താഴെ ഉടുക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രത്തിനാണ് ഇസാർ എന്ന് പറയുന്നത്. ഇത്തസറ എന്ന് പറഞ്ഞാൽ ഇസാർ ധരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. വകാന യഅ്മുറുനി, അവിടുന്ന് എന്നോട് കൽപ്പിക്കുമായിരുന്നു. ഫഅത്തസിറു, അഥവാ മുണ്ടുടുക്കാൻ എന്നോട് കൽപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അത് ഉടുക്കും. ഫയുബാശിറുനി വഅന ഹൈൽ, ഞാൻ ഹൈലുകാരിയായിരിക്കെ തന്നെ അവിടുന്ന് എന്നെ ബന്ധപ്പെടുമായിരുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് ഫർജിലല്ല, ലൈംഗിക അവയവത്തിൽ ഒരു ഹായലുമായിട്ടുള്ള സ്ത്രീയുമായിട്ട്
അനുവദനീയമല്ല, അത് ഹറാമാണ്. അതല്ലാത്ത രൂപത്തിൽ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇസാർ എന്ന് പറഞ്ഞാൽ പൊതുവെ ഇസാർ എന്ന വാക്കിന്റെ അറബി ഭാഷയിൽ പൊതുവെ അതിന്റെ ആ ഒരു വസ്ത്രത്തിന്റെ നീളം എന്ന് പറയുന്നത് മാക്കാന ബൈന സുറത്തി വറുക്കുബ, മുട്ടുപൊക്കിളിന്റെ ഇടയിൽ അത്രയും നീളം ഉണ്ടാകുന്നതിനാണ് പൊതുവെ ഇസാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസാർ ധരിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് കൽപ്പിച്ചിട്ടാണ് അവരുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗം ഹൈലുള്ള സ്ത്രീകളുമായി ആ ഭാഗം ബന്ധപ്പെടാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ ഒരു ഭാഗം പണ്ഡിതന്മാരുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, യഥാർത്ഥത്തിൽ അവിടെ മഅദൽ വഖ്, ലൈംഗികാവയവത്തിലല്ലാത്ത മറ്റെല്ലാ ഭാഗങ്ങളിലും ഭാര്യക്ക് ഭർത്താവിന് ഭാര്യയുമായി ബന്ധപ്പെടാവുന്നതാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. ശർഈയായിട്ട് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഭർത്താവിന് ഭാര്യയുമായി ലൈംഗികാവയവത്തിലല്ലാത്ത മറ്റെല്ലാ ഭാഗത്തിലും അവർ ഹൈലുകാരിയായിരിക്കെ തന്നെ അനുവദിക്കപ്പെടുന്നതാണ് എന്നറിയിക്കുന്നതാണ് ഈ ഹദീസ്. കാരണം ഇത് അറിയാത്ത ആളുകൾ ഉണ്ടാകും, അവർ ഈ രൂപത്തിൽ അത് വലിയ തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നവരുണ്ടാകും. യഥാർത്ഥത്തിൽ ലൈംഗിക അവയവത്തിലല്ലാത്ത മറ്റെല്ലാ ഭാഗങ്ങളിലും ഭാര്യയ്ക്കും ഭർത്താവിനും അത് പരസ്പരം അനുഭവിക്കാവുന്നതാണ്. അതിൽ യാതൊരു തെറ്റുമില്ല എന്നതാണ് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കേണ്ട പാഠം. മൂന്നാമതായി പറഞ്ഞു, വകാന യുഖ്രിജു റഅസഹു ഇലൈഹി വഹുവ മുഅ്തകിഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിലിരിക്കെ അവിടുന്ന് യുഖ്രിജു റഅസഹു ഇലൈഹി, അവിടുന്ന് തല എന്റെ അടുക്കലേക്ക് പുറത്തേക്ക് ഇടുമായിരുന്നു. അത് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദും അവിടുത്തെ വീടും ഒരൊറ്റ ചുമരിന്റെ അത്രയേ ഉള്ളൂ. ചുമരല്ല, അവിടെ ഒരു വിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് തല പുറത്തിടുമായിരുന്നു. മസ്ജിദിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തല ഇങ്ങനെ പുറത്തിടും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫഅഗ്സിൽഹു വഅന ഹായിൽ, ഞാൻ അവിടുന്ന് തല കഴുകി കൊടുക്കും. അപ്പൊ ആ സമയത്ത് അവർ പറയുകയാണ് അന ഹായിൽ, ഞാൻ ഹൈലുകാരിയാണ്. അത് ഹൈലുകാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും തെറ്റില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരത് പ്രത്യേകം എടുത്തു പറയുന്നത്. അന ഹായിൽ, ഞാൻ ഹൈലുകാരിയായിരിക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല അത് കഴുകി കൊടുക്കുമായിരുന്നു എന്നാണ്. ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ചില മസ്അലകൾ പറഞ്ഞു. ഒന്ന്, ഇഅ്തികാഫിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ശരീരത്തിന്റെ അല്പഭാഗങ്ങൾ മസ്ജിദിന്റെ പുറത്തേക്ക് പോയാൽ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പോയാൽ അതുകൊണ്ട് ഇഅ്തികാഫ് ബാത്തിലാകുന്നില്ല. സാധാരണഗതിയിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിനല്ലാതെ മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന. ഇവിടെ ശരീരം മുഴുവനായിട്ട് പോയിട്ടില്ല, വീട്ടിലേക്ക് പകുതി ഭാഗം അഥവാ തല മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴുകാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്ത് ആ തലയുടെ ഭാഗം അങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ കൊണ്ട് ഇഅ്തികാഫിന് അതിന് കോട്ടമൊന്നും സംഭവിക്കുന്നില്ല എന്നതാണ് ഒരു മസ്അല പണ്ഡിതന്മാർ പറഞ്ഞു. പിന്നീട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഅ്തികാഫിന്റെ മര്യാദ പറയുന്നിടത്ത് പറഞ്ഞു, വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ മസ്ജിദിൽ ഇഅ്തികാഫിരിക്കെ സ്ത്രീകളുമായി വലാ തുബാശിറൂഹുൻ, അവരുമായി ബന്ധപ്പെടാൻ പാടില്ല. നിങ്ങളുടെ ബഷർ, നിങ്ങളുടെ തൊലി അവരുമായി സ്പർശിക്കാൻ പാടില്ല. ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വികാരത്തോടു കൂടിയുള്ള സ്പർശനമാണ്. കാരണം ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ വ്യക്തമായി അവർ തല കഴുകി കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടുള്ള സ്പർശനം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അത് അനുവദിക്കപ്പെടും. ഒരു സ്ത്രീക്ക് ഭർത്താവിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ ഭർത്താവിനെ സ്പർശിക്കുകയോ മറ്റോ ചെയ്യുന്നത് അത് ഇഅ്തികാഫിൽ പറയുന്ന വലാ തുബാശിറുഹുന്ന എന്ന് പറയുന്ന വിരോധത്തിൽ വരുന്നില്ല. അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മസ്സുൻ ബിശഹ്വ, ഷഹ്വത്ത് കൊണ്ട് ലൈംഗിക ആഗ്രഹത്തോടു കൂടി ഒരാൾ സ്പർശിക്കുന്നതാണ്. അത് ഇഅ്തികാഫിൽ ഭാര്യക്കും ഭർത്താവിനും പോലും അത് പാടില്ലാത്ത കാര്യമാണ്. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, മസ്ജിദിൽ അത് അനുവദനീയമല്ല ഇഅ്തികാഫിരിക്കുന്ന സമയത്ത് എന്ന് പ്രത്യേകം പറഞ്ഞത് അതാണ്. അതല്ലാതെയുള്ള സ്പർശനങ്ങൾ ഇതിവിടെ വരുന്നില്ല എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുന്ന് പണ്ഡിതന്മാർ വേറൊരു കാര്യവും തെളിവ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തല കഴുകാൻ ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ആ ഒരു ആവശ്യം നിർവഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ജനങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ പാടില്ല എന്ന് ബൈഅത്ത് വാങ്ങുകയും പിന്നീട് അവരിൽ അവരുടെ ഒട്ടകപ്പുറത്തു നിന്നും ചാട്ടാവാർ താഴെ വീണാൽ പോലും അത് ഒരാളോട് എടുത്തു തരാൻ അവർ പറയുമായിരുന്നില്ല, അവർ തന്നെ ഇറങ്ങിയിട്ടെടുക്കും. അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരാളോട് ഒന്നും ആവശ്യപ്പെടാൻ പാടില്ല എന്നാണോ? പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെയല്ല. പൊതുവെ ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് ഇങ്ങനെയുള്ള എളുപ്പമുള്ള കാര്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നത് ഈ ഒരു ഫضൽ ഒരാൾക്ക് നഷ്ടപ്പെടുന്നതില്ല. അത് ആളോട് ചോദിക്കുന്ന കാര്യത്തിൽ പെടുകയില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീ മറ്റേ ഹദീസ് വായിച്ചിട്ട് എന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തു തരാൻ പറയുമ്പോൾ അതാ സഹാബത്ത് ഒട്ടകപ്പുറത്തുനിന്ന് താഴേക്കുള്ള ചാട്ടാവർ എടുക്കാൻ അവര് ഇറങ്ങുന്നതാണ്. അപ്പൊ നിങ്ങൾ അപ്പുറന്ന് ആ ബുക്ക് എടുത്തോണ്ട് വരും, ചായ എടുത്തോണ്ട് വരും, മറ്റെടുത്തോണ്ട് വരും. അത് പറയേണ്ടതില്ല. ഇത് പണ്ഡിതന്മാർ പ്രത്യേകം തെളിവ് പിടിച്ചതാണ്. അതിനൊരു കറാഹത്തും ഇല്ല എന്നാണ്. ഒരു കറാഹത്തില്ല, ഹറാമ് പോയിട്ടൊരു കറാഹത്തും ഇല്ല. ഭാര്യമാരോട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ
അത് ആവശ്യപ്പെടുന്നത് അതിൽ പെടുകയില്ല. നമുക്ക് ആ ഒരു ഫضൽ നഷ്ടപ്പെടുകയില്ല. ആളുകളോട് ഇങ്ങനെ ധാരാളമായി ചോദിക്കുക, അത് അങ്ങനെ ഭാര്യമാരോടാണ്. അതല്ലാത്ത ആളുകളോട് നല്ലതല്ല. ഒരാളിങ്ങനെ വെറുതെ എന്നിട്ട് അത് എടുത്തുകൊണ്ട് വരും, ഇത് എടുത്തുകൊണ്ട് വരും എന്നിട്ട് എല്ലാവരോടും അത് പറയുന്നത് നല്ലതല്ല. നമ്മൾ സ്വന്തമായി ചെയ്യുക എന്നുള്ളതാണ്, അതാണ് വേണ്ടത്. എന്നാൽ ഭാര്യമാരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് അത് അവർക്ക് സാധിക്കുന്ന കാര്യം, സാധിക്കാത്ത കാര്യം അവർക്ക് സാധിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നത് നമുക്ക് അങ്ങനെ ഒരു ഫضൽ നഷ്ടപ്പെടുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ആവശ്യങ്ങൾ അത് പരസ്പരം ചോദിക്കുമായിരുന്നു എന്നീ ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട്. അടുത്ത ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ قالت كان رسول الله صلى الله عليه وسلم يتكئ في حجري فيقرأ القرآن وأنا حائض. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മടിയിൽ ചാരി കിടക്കുമായിരുന്നു. ഫയഖ്റഉൽ ഖുർആൻ, എന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യും. വഅന ഹൈദ്, ഞാൻ ഹൈലുകാരിയായിരിക്കെ. ഇവിടെയും അവർ പ്രത്യേകം എടുത്തു പറയുകയാണ്. ആ ഒരു സംഭവം പറയുന്ന സമയത്ത് വഅന ഹൈദ്, അഥവാ ഹൈലുകാരിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല. ഹൈലുകാരിയുടെ മടിയിൽ കിടക്കുന്നതിനോ അവരുമായി ആ രൂപത്തിൽ ഏതെങ്കിലും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വെക്കുന്നതിനോ തെറ്റില്ല. എന്തുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത്? കാരണം അന്നുണ്ടായിരുന്ന മദീനത്തുണ്ടായിരുന്ന യഹൂദികൾക്കൊരു വിശ്വാസമുണ്ട്. യഹൂദികളുടെ വിശ്വാസപ്രകാരം ഹൈലുണ്ടായാൽ പിന്നീട് അവർ അവരുടെ വീട്ടിലേക്ക് തന്നെ, മുറിയിലേക്ക് തന്നെ പ്രവേശിക്കുകയില്ല എന്നാണ്. സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു മുറിയൊക്കെ ആക്കി അതിൽ നിന്നാ മതി എന്ന് പറയുന്നവർ. ചിലർ സ്ത്രീകളെ വേറൊരു മുറിയിലേക്ക് കൊണ്ടാക്കും. അപ്പൊ ഒരു സ്ത്രീക്ക് ഹൈലുണ്ടായാൽ അവർക്ക് എന്തോ വലിയ മോശത്തരം സംഭവിച്ചതുപോലെ സ്ത്രീകളെ കാണുന്ന ഒരു അവസ്ഥ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പലതും അവരിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം മുസ്ലിമീങ്ങൾക്ക് അന്ന് കിതാബില്ല. അന്ന് കിതാബ് ഏറ്റവും മുമ്പ് കിട്ടിയിട്ടുള്ളത് ഒന്ന് യഹൂദികളും പിന്നെ നസ്രാണികളാണ്. മുസ്ലിമീങ്ങളുടെ കയ്യിൽ അന്ന് പ്രത്യേകിച്ച് കിതാബുകളില്ല. അപ്പൊ പല കാര്യങ്ങളും ഇങ്ങനെ ശറഇലുള്ള പല കാര്യങ്ങളും അവരെ കണ്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മദീനത്തെത്തിയ സമയത്ത് അവിടെ യഹൂദികളുണ്ട്. അപ്പൊ അവരിൽ നിന്നും പല കാര്യങ്ങളും മനസ്സിലാക്കണം. അങ്ങനെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് അനുവദനീയമാണ്, ഈ കാര്യങ്ങൾ അനുവദനീയമാണ്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ഹൈദുണ്ടായാൽ അവർ ഒരു തരത്തിലും സ്ത്രീയുമായി അടുക്കുകയില്ല, ഒരു തരത്തിലും ഒരു ബന്ധവും കാണിക്കുകയില്ല, ഒരു മോശമായിട്ട് അവർ കാണും. യഥാർത്ഥത്തിൽ ഹൈദ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ്, അതല്ലാതെ ഒരു മോശം കാര്യമല്ല. ഹൈദ് അത് കൃത്യമായി സംഭവിക്കാതിരിക്കുമ്പോഴാണ് അത് അനാരോഗ്യമായി മാറുന്നത്. ഹൈദ് ഉണ്ടാകുക എന്നുള്ളത് അത് നല്ലൊരു ആരോഗ്യത്തിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. അവർക്ക് കൃത്യമായി ഗർഭമുണ്ടാകും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിരിക്കുമെന്നുള്ള ലക്ഷണത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു മോശമല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അനുവദിക്കപ്പെടും. അപ്പൊ അതിൽപ്പെട്ട ഒരു കാര്യമാണ് യഖ്റഉൽ ഖുർആൻ വഅന ഹൈദ്, ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. കാരണം പൊതുവെ ഖുർആൻ ഒരു നജസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മോശം സ്ഥലത്തോ ഇരുന്ന് പാരായണം ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരാൾ ഒരു നജസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത്, ഇത് അങ്ങനെയൊന്നുമല്ല, ഒരു കുഴപ്പവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി കിടന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നതാണ് ഇവിടെ പറഞ്ഞത്. ഇതിൽ നിന്നും ഒരുപാട് ഫിഖ്ഹുകൾ, ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഖുർആൻ ഒരാൾക്ക് വേണമെങ്കിൽ ചാരി ഇരുന്നിട്ടൊക്കെ ഓതാം, കിടന്നിട്ടും ഓതാം. ഖുർആൻ ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കിടന്നിട്ട് ഓതാം, അതിൽ തെറ്റില്ല. കാരണം തെറ്റില്ല എന്ന് പറഞ്ഞാൽ ഖുർആനോട് അനാദരവായി പോകുമോ എന്ന് ആളുകൾക്ക് തോന്നും. അങ്ങനെ ഖുർആനോട് ആദരവുള്ള ആളുകൾക്കാണ് തോന്നുള്ളൂ. അങ്ങനെ തെറ്റില്ല. ഒരാൾക്ക് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കിടന്നുകൊണ്ട് മുൽക്ക് ഓതണമെങ്കിൽ അങ്ങനെ ഓതാം. ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് ഓതുന്ന ആളുകൾക്ക് ചെരിഞ്ഞ് കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ ചാരി കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ ആ കിടന്ന ആ ഒരു സമയത്തോ ഓതുന്നതിൽ തെറ്റില്ല. അങ്ങനെ ഖുർആൻ ഒരാൾക്ക് ഓതാൻ തോന്നിയാൽ അങ്ങനെ കിടന്ന് കിടപ്പിലും ഓതാം, അതിൽ തെറ്റില്ല. അത് ഒരു ഫായിദയായി പണ്ഡിതന്മാർ ഇതിൽ നിന്നും പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, അഥവാ ചില ആളുകൾ ചെയ്യുന്നത് പോലെ നമ്മുടെ നാടുകളിൽ ഉണ്ടോ എന്ന് അറിയുകയില്ല, ഇത് യഹൂദികളുടെ പരിപാടിയാണ്. മിക്കവാറും യഹൂദികളുടെ പല കാര്യങ്ങളും ഇങ്ങനെ ജാഹിലിയത്തിന്റെ സ്വഭാവമുള്ള പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. അങ്ങനെ സ്ത്രീകളെ പൂർണ്ണമായി ഒഴിഞ്ഞിരിക്കുക, ഹൈദിന്റെ സമയത്ത് അവർ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്നും പറഞ്ഞു. മൂന്നാമതായി പറഞ്ഞു, ഒരു ഹായിലായ സ്ത്രീക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പാടുണ്ടോ എന്നതിന് തെളിവ് രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ അത് പറ്റുമെന്ന് പറഞ്ഞവരും പറ്റുകയില്ല എന്ന് പറഞ്ഞവരും ഈ ഹദീസ് തന്നെയാണ് തെളിവ് പിടിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ചില ഖിലാഫുകൾ ഉണ്ടാക്കുന്നത്. അവർ രണ്ടുപേരും തെളിവ് പിടിക്കുന്ന ഒരേ ഹദീസ് തന്നെ ആയിപ്പോ. അപ്പൊ ഈ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുന്നതായി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമായിരുന്നു. ഫയഖ്റഉൽ ഖുർആൻ, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. വഅന ഹൈദ്, അപ്പൊ ഞാൻ പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ നിന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞു, അപ്പോ സ്ത്രീകൾക്ക് ഹൈദ് ഉണ്ടായാൽ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെ ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം അവർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, ഇവിടെ സ്ത്രീകൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്ന സമയത്ത് സഹാബത്തിന്റെ പൊതുരീതി എന്ന് പറഞ്ഞാൽ അന്ന് മുസ്ഹഫുകളില്ല.
ഒരാൾക്ക് ഹിഫ്ലുള്ള ഒരാൾ ഓതിയാൽ മറ്റേ ആൾക്ക് അത് ഓതി നോക്കി പഠിക്കാനുള്ള വകുപ്പേ ഉള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പാരായണം ചെയ്യുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ സ്വാഭാവികമായി അത് ഓതി നോക്കും. എന്നാൽ മാത്രമേ അവർക്കത് പഠിക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ മുസ്ഹഫ് നോക്കാനോ പിന്നീട് ഒരു മുസ്ഹഫിൽ പോയി നോക്കാമെന്ന അവസരമില്ല. അവർ നേരെ ഹിഫ്ള് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കാണ് അവർ ഖുർആൻ പഠിച്ചിരുന്നത്. അവർക്കന്ന് മുസ്ഹഫുകളില്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരും ഓതാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അതാണ് സഹാബത്തിന്റെ പൊതുവെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്താൽ അവരും ഏറ്റോതും, അവരതിൽ മുത്താബഅത്ത്, അവർ അതിനെ പിന്തുടരും. ആ രൂപത്തിലാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹായിലുകൾക്ക് ഖുർആൻ പാരായണം ചെയ്യാം. ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പ്രത്യേകമായ മറ്റു വിലക്കുകളോ ഹദീസുകളോ ഇല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈലുള്ള സ്ത്രീകൾക്ക് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ വേറെ ചിലർ മൂന്നാമതൊരു കൗലുണ്ട്. അവർ പറഞ്ഞു അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓതാം. അഥവാ ഖുർആൻ ഹിഫ്ളാക്കിയ സ്ത്രീകളാണെങ്കിൽ അത് മറന്നുപോകും എന്ന് തോന്നുന്ന സമയത്ത്, ഓതിയിട്ട് അത്രയും മറന്നുപോകും എന്ന് തോന്നുന്ന സമയത്ത് അവർക്ക് ഒന്ന് ഓതി നോക്കാം. അതിൽ നീണ്ടു നിന്നാൽ മറന്നുപോകും എന്നുള്ള സമയത്ത് അവർക്ക് വേണമെങ്കിൽ ഒന്ന് ഓതി നോക്കാം. അതുപോലെ രാവിലെയും വൈകുന്നേരം ഒക്കെ ഉള്ള ദിക്റുകളിലൊക്കെ ആയത്തുൽ കുർസിയൊക്കെ ഉള്ളതുപോലെയുള്ള കാര്യങ്ങൾ അത് ഓതാം എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ട്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയെ പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് ഹൈലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ തെറ്റില്ല. മറിച്ച് ജനാബത്തുകാരാണ് ഖുർആൻ പാരായണം ചെയ്യാൻ അനുവാദമില്ലാത്ത ആളുകൾ. ജനാബത്തുകാരുടെ അവസ്ഥ അവർക്ക് സ്വയം ശുദ്ധിയാവാവുന്നതാണ്. കാരണം അവർക്ക് ഖുർആൻ ഓതണം എന്ന് വിചാരിച്ചാൽ അവർക്ക് പെട്ടെന്ന് പോയി കുളിച്ചു വന്നാൽ മാത്രം മതി. എന്നാൽ ഹൈദുള്ള സ്ത്രീകൾക്ക് കുളിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഹൈദ് നിലക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അതുണ്ട്. ജനാബത്തുകാരുമായി ഇവരെ ഖിയാസാക്കാൻ പറ്റുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ട് ഹൈദുള്ള സ്ത്രീകൾക്ക് ഖുർആൻ ഓതാം. എന്നാൽ ജനാബത്ത് സംഭവിച്ച ആളുകൾ അവർ ഖുർആൻ ഒന്നും ഓതാൻ പാടില്ല. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള അതിലുള്ള ഖുർആൻ പോലും അത് ജനാബത്തുകാർ ഓതാൻ പാടില്ല. അവർ പോയി കുളിച്ച് വന്നതിന് ശേഷമേ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഹൈദുള്ള സ്ത്രീകൾക്ക് അവർ ഖുർആൻ പാരായണം ചെയ്യാം എന്നതിനുള്ള തെളിവ് പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഈ അധ്യായത്തിലുള്ള അവസാനത്തെ ഹദീസ് അൻ മുആദ ഖാലത്ത്, മുആദ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സഅൽതു ആയിഷ റളിയല്ലാഹു അൻഹ, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, മാ ബാലുൽ ഹായിൽ, എന്താണ് ഹൈലുകാരികളുടെ അവസ്ഥ? തഖ്ലി സൗമ വലാ തഖ്ലി സല, നോമ്പ് അവർ നോറ്റുകിട്ടുന്നുണ്ട്, എന്നാൽ നിസ്കാരം നോറ്റുകിട്ടുന്നില്ല. നിസ്കാരം അത് കളാക്കുന്നില്ല, എന്നാൽ നോമ്പാണെങ്കിൽ നഷ്ടപ്പെട്ടത് അവർ എടുക്കുന്നുണ്ട്. എന്താണ് അങ്ങനെ എന്നവർ ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു, അഹറൂറിയത്തുൻ അൻതി, നീ ഹറൂറിയത്താണോ? ഹറൂറിയ എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ഖവാരിജുകൾ, ഹറൂറ എന്ന് പറയുന്ന പ്രദേശത്ത് സംഘടിച്ചിട്ടാണ് അന്ന് ഖവാരിജുകൾ ഉണ്ടായിട്ടുള്ളത്. അത് ഭരണാധികാരികൾക്കെതിരെ അവർ കാഫിറുകളാണ് എന്ന് പറഞ്ഞ് അവർക്കെതിരെ പുറപ്പെടുന്ന വിഭാഗമാണ് ഖവാരിജുകൾ. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആദ്യത്തെ ബിദ്അത്തിന്റെ കക്ഷികളിൽപ്പെട്ട ഒന്നാണ് ഖവാരിജ്. അപ്പോൾ അവരുടെ ഒരു രീതിയാണത്. അപ്പം അവരുടെ സ്വഭാവം അതാണ്. അവർക്ക് ഹൈലുണ്ടായാൽ അവർ ഇബാദത്തിന്റെ കാര്യത്തിൽ ഉലുവ് ഉണ്ടായ അതിരുവിട്ട ആളുകളാണ്. അവർ നിസ്കാരവും കളാവ് വിട്ടും. 6 ദിവസത്തെ നിസ്കാരം അവർ 30 നിസ്കാരമാണെങ്കിൽ അത് കളാവ് വിട്ടും. അതാണ് അവരുടെ സ്വഭാവം. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അല്പം അവരോട് ചോദിച്ചു, ഹറൂറിയത്തുൻ അൻതി, നീ എന്താ ഹറൂറിയാണോ? അവർ പറഞ്ഞു, ലസ്തു ബി ഹറൂറിയ, ഞാൻ ഹറൂറിയല്ല, വലാകിന്നി അസ്അൽ, പക്ഷെ ഞാൻ അങ്ങനെ ചോദിച്ചതാണ്, ഞാൻ ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ്, ഞാൻ ഹറൂറിയൊന്നുമല്ല എന്നവർ പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഖാലത് കാന യുസീബുനാ ദാലിക്, നമുക്കത് ബാധിക്കാറുണ്ട്, അത് ഹൈദ് ബാധിക്കാറുണ്ട്. ഫനുഅ്മറു ബിഖളാഇ സൗമി വലാ നുഅ്മറു ബിഖളാഇ സലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നോമ്പ് കളാ വീട്ടാൻ കൽപ്പിച്ചിരുന്നു, നമ്മളത് കൽപ്പിക്കപ്പെട്ടിരുന്നു, എന്നാൽ നിസ്കാരം കളാ വീട്ടാൻ കൽപ്പിക്കപ്പെട്ടില്ല. അത് തന്നെയാണ് അതിന്റെ കാര്യം. അതിന് വേറെ ബുദ്ധിപരമായ നിങ്ങൾ ലോജിക്കൊന്നും ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് കളാ വീട്ടാൻ പറഞ്ഞിരുന്നു, എന്നാൽ നിസ്കാരം കളാ വീട്ടാൻ പറഞ്ഞിരുന്നില്ല. അല്ല, ബുദ്ധി കൊണ്ട് ദീനിനെ മനസ്സിലാക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? നിസ്കാരമല്ല കളാ വീട്ടണ്ടേ? കാരണം ഏറ്റവും ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ചോദിക്കുന്ന കാര്യത നിസ്കാരമല്ലേ? നിസ്കാരമാണ് ആദ്യമായി ചോദിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട അമൽ നിസ്കാരം തന്നെയാണ്. അയ്യുൽ അമലി അഫ്ളൽ എന്ന് ചോദിച്ചപ്പോൾ അസ്സലാ, നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്സലാത്തു അലാ വഖ്തിഹ, അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കളാ വീട്ടണമെങ്കിൽ നിസ്കാരമാണല്ലോ ആദ്യം കളാ വീട്ടേണ്ടത്. ബുദ്ധി കൊണ്ട് യോജിക്കുന്ന ആളുകൾ, ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ ദീൻ ബുദ്ധി കൊണ്ടുള്ളതല്ല, മറിച്ച് ശറഇൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതാണ് സമിഅന വ അതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന് പറയലാണ്. അതല്ലാതെ അതെന്താ അങ്ങനെ ഇങ്ങനെ ആക്കിയാൽ എങ്ങനെയല്ലേ? ചില ആളുകൾക്ക് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരുടെ ഒരുപാട് ബുദ്ധി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. നമ്മൾ സ്ത്രീകളെ ഹിജാബിന്റെ കാര്യം ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി. സ്ത്രീകൾക്ക് ഹിജാബ് ഉണ്ട്, അത് വലിയ പ്രശ്നമാണ്. സ്ത്രീകൾ ഇങ്ങനെ മുഖമൊക്കെ മറച്ചു കഴിഞ്ഞാൽ വലിയ ഫിത്നകൾ ഉണ്ടാകും, കുഴപ്പങ്ങൾ ഉണ്ടാകും. നാട്ടിൽ അത് ആളുകളെ തിരിച്ചറിയാതെ പോകും.
അങ്ങനെ ഇപ്പൊ പല കള്ളന്മാരിപ്പോ മുഖമൊക്കെ മറിച്ചിട്ടാണ് വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഒരുപാട് ന്യായങ്ങൾ നിരത്തുന്ന കാണാൻ പറ്റും. എന്ത് ന്യായങ്ങൾ നിരത്തിയാലും അതൊക്കെ അബദ്ധങ്ങൾ തന്നെയായിരിക്കും. ഒന്നാമത്. രണ്ടാമത്, ഇത് ഷറയിൽ അതിനുള്ളൊരു കൽപ്പന വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവന്റെ ന്യായങ്ങൾക്ക് എന്ത് പ്രസക്തി? എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു പ്രസക്തിയുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഹറൂറിയത്ത് പറഞ്ഞതിന് വലിയ പ്രസക്തി ഉണ്ടാകണമായിരുന്നു. കാരണം അവർ പറയുന്ന നിസ്കാരം അത് കളാ വീട്ടുന്നില്ല, നോമ്പ് കളാ വീട്ടുന്നു. നിസ്കാരമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതാണെങ്കിൽ എല്ലാ മാസവും കളാവുന്നുണ്ട്, എന്നിട്ട് അത് വീട്ടുന്നില്ല. മറ്റേത് റമളാനിൽ ആണ് മാത്രമേ കളാ വീട്ടേണ്ട ഒരു അവസ്ഥ വരുന്നുള്ളൂ. അതാണെങ്കിൽ കളാ വീട്ടാൻ പറയുന്നുണ്ട്, ഇത് കളാ വീട്ടാൻ പറയുന്നില്ല. അത് ഷറഅ് കൊണ്ടുവരുന്ന എളുപ്പങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഷറഅ് ഉണ്ടാക്കും അടിമകൾക്ക് എളുപ്പത്തിന് വേണ്ടി. അതല്ലാതെ നമ്മുടെ ബുദ്ധിക്ക് അവിടെ ഷറഅ് ഉണ്ടാക്കുന്നിടത്ത് സ്ഥാനമില്ല. അതിന് തെളിവ് കണ്ടുപിടിക്കുന്നിടത്ത് പണ്ഡിതന്മാർ ബുദ്ധി ഉപയോഗിക്കാറുണ്ട്. അതല്ലാതെ ഒരു കാര്യം തെളിവാണോ അല്ലേ എന്ന് പറയാൻ അത് ബുദ്ധിക്ക് സ്ഥാനമില്ല. തെളിവാണോ അല്ലേ എന്ന് പറയാൻ ഖുർആനിൽ വന്നിട്ടുണ്ടോ സുന്നത്തിൽ വന്നിട്ടുണ്ടോ അതിനെ എങ്ങനെ സലഫുകൾ മനസ്സിലാക്കി എന്നത് മാത്രമാണ് തെളിവാകാനുള്ള രീതി. അതല്ലാതെ നമ്മുടെ ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒന്നാമതായിട്ടുള്ള കാര്യം അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ശരി, ഇനിയിപ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അത് വിലക്കപ്പെട്ടതാണോ? ഇവിടെ ഇവർ ഇങ്ങനെ ചോദിച്ചല്ലോ. അപ്പോൾ അത് പണ്ഡിതന്മാർ പറയുന്നു, ഇങ്ങനെയുള്ള കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ അത് നിരുപാധികമായി പാടില്ലാത്തത് എന്ന് പറയാനും പാടില്ല, എന്നാൽ അത് പൂർണ്ണമായി അത് അനുവദനീയമാണെന്നും പറയാൻ കഴിയില്ല. കാരണം ചില ചോദ്യങ്ങൾ ഖിയാസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിങ്ങനെയാണെങ്കിൽ ഇതും ഇതേപോലെ ആകും, അത് ഹറാമായതുകൊണ്ട് ഇതും ഹറാമാവുകയില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. എന്നാൽ അതല്ലാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് തൗഖീഫായ ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങൾ അതിന് സംശയം ചോദിക്കാൻ പാടില്ല. എന്താ സുബഹി 2 റക്അത്തേ ഉള്ളൂ, അത് നിന്റെ ചോദ്യം ആവശ്യമില്ല. അല്ലെങ്കിൽ എന്താ ളുഹർ 2 കൂടെ പണിത്തിരക്കൽ, ആ ചോദ്യം നിനക്ക് അനുവദനീയമല്ല. ഫായിദയായിട്ട് നമ്മൾ പറഞ്ഞത് ഷറഇൽ വന്ന കാര്യങ്ങൾ അത് നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടുണ്ടോ ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല അത് നമ്മൾ സ്വീകരിക്കുന്നതും തള്ളുന്നതും. സ്വീകരിക്കുന്നത് അത് ഖുർആനിൽ വന്നിട്ടുണ്ട്, സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. തള്ളുന്നത് അത് ഖുർആനിലോ സഹീഹായ ഹദീസിലോ ഇല്ല, അതുപോലെ മുൻഗാമികൾക്കോ പരിചയമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ നമ്മുടെ ബുദ്ധിക്ക് അതിന് യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിരുപാധികമായി ആക്ഷേപിക്കപ്പെട്ടതല്ല, എന്നാൽ ഇങ്ങനെ അനുവദിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. ചില മസ്അലകൾ അത് അതിനോട് സാദൃശ്യമുണ്ടാക്കുന്ന മസ്അലകളിൽ അത് ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ഇങ്ങനെ വന്നാൽ ഇത് ഇങ്ങനെ വരികയില്ലേ എന്നുള്ള ചോദ്യമൊക്കെ അനുവദനീയമാണ്, ഖിയാസ് ചെയ്യാൻ പറ്റുന്ന, തുലനം ചെയ്യാൻ പറ്റുന്ന. എന്നാൽ അതല്ലാത്ത അടിസ്ഥാനപരമായ ഇത്തരം കാര്യങ്ങളിൽ അത് ചോദ്യം ചെയ്യുക എന്നുള്ളത് പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി അത് വിലക്കിയിട്ടുള്ളതാണ്. അല്ലാഹു സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിയായ ആണിനും പെണ്ണിനും പാടില്ല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹും റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖീറ, അവന് സ്വന്തമായ ഒരു അഭിപ്രായം, അത് പാടില്ല. അല്ലാഹു എത്ര വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്, അയ്യകൂന ലഹുമുൽ ഖീറതു മിൻ അംരിഹിം, അവരുടേതായ കാര്യത്തിൽ അവരുടേതായ ഒരു സ്വന്തം അഭിപ്രായം പാടില്ല. എന്നിട്ട് പറഞ്ഞു, വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന, ആർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരണക്കേട് കാണിക്കുന്നുവോ ധിക്കരിക്കുന്നുവോ അവർ അങ്ങേയറ്റത്തെ വഴികേടിലായിരിക്കുന്നു. ളല്ല ളലാലൻ മുബീന, വ്യക്തമായ വഴികേടിലായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നമുക്ക് പിന്നെ നമ്മുടേതായ കുറെ കാര്യങ്ങൾ ന്യായങ്ങളൊന്നും പറയാനില്ല. നമ്മൾ അല്ലാഹുവിന്റെ റസൂലോ അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നാൽ അതുപോലെ സ്വീകരിക്കുക എന്നതാണ്. അപ്പൊ ഇതിലുള്ള മസ്അലകൾ, അതിൽ ഒന്നാമത്തേത്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ട്, എന്നാൽ ഹൈള് ഉണ്ടാകുന്ന സമയത്തുള്ള നിസ്കാരങ്ങൾ അത് ഖളാ വീട്ടേണ്ടതില്ല എന്നുള്ളതാണ്. ഹൈള് ഉണ്ടാകുന്ന സമയത്തുള്ള നിസ്കാരങ്ങൾ ഖളാ വീട്ടേണ്ടതില്ല. ഇനി അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഹൈള് ഉണ്ടായിരിക്കെ അവർ റമളാനിൽ ഭക്ഷണം വെള്ളവും ഒക്കെ ഒഴിവാക്കേണ്ടതുണ്ടോ? പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ ഒഴിവാക്കേണ്ടതില്ല. ഇമാം അഹ്മദ് റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് ബിദ്അത്താണെന്നാണ്. അതിന്റെ ആവശ്യമില്ല. കാരണം അവർ അഹ്ലു വുജൂബല്ല, അത് നിർബന്ധമുള്ള ആളുകളല്ല. ഹൈദും നിഫാസുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കാൻ പാടില്ല, അവർക്ക് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അവർ അതിന് ഒഴിവാണ്. അതുകൊണ്ട് അവരന്ന് ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കേണ്ടതില്ല. അവർ പരസ്യമായി കഴിക്കണമെന്നല്ല പറയുന്നത്, അവർക്കത് കഴിക്കാം, അവർ അത് രഹസ്യമായിട്ട് അവർക്ക് കഴിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല, അവർ നോമ്പുകാരെ പോലെ കഴിയേണ്ടതില്ല എന്നാണ്. ഇനി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈദുണ്ടായാൽ അഥവാ റമളാനിന്റെ സൂര്യൻ ഉദിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ നമ്മുടെ ഫജറിന്റെ സമയം കഴിഞ്ഞതിന് ശേഷമോ അവർ തുഹറുണ്ടായാൽ, ശുദ്ധി വന്നു കഴിഞ്ഞാൽ അവർക്ക് നോമ്പെടുക്കാൻ പറ്റുമോ? പാടില്ല. കാരണം അതിന്റെ ആദ്യ സമയം മുതൽ ഉൾപ്പെടേണ്ടതുണ്ട്. ഇനി അഥവാ ഒരു 5 മിനിറ്റ് മുമ്പുള്ള സമയത്ത് അവർക്ക് ഹൈദ് സംഭവിച്ചു എന്ന് കരുതുക, അപ്പോഴും അവരുടെ നോമ്പ് ഫസാദായി. അവർ നോമ്പ് അത് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഖളാ വീട്ടേണ്ടതുണ്ട്.
ഒരു 5 മിനിറ്റ് സുബഹിക്ക് ഒരു 5 മിനിറ്റിന് ശേഷം അവർ ശുദ്ധിയായി എന്ന് കരുതുക, എങ്കിൽ അവർക്ക് നോമ്പെടുക്കാൻ പാടില്ല. ഇനി മഗ്രിബിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് അവർക്ക് ഹൈൽ ഉണ്ടായാൽ അപ്പോഴും അവരുടെ നോമ്പ് ഫസാദായി. അവർ മറ്റൊരു ദിവസം നോമ്പ് അനുഷ്ഠിക്കുക എന്നതാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന കൂലി അവന്റെ അടിമകൾക്ക് നൽകും. അതിൽ യാതൊരു പ്രയാസവും വേണ്ടതില്ല. അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ശരി, ഇനി ഇതുമായി സ്ത്രീകൾക്ക്, ഹൈലുള്ള സ്ത്രീകൾക്ക് മനസ്സിലാക്കേണ്ട, അവർക്ക് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായ ചില കാര്യങ്ങൾ അത് പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്. അത് വിശദമായി വിശദീകരിക്കുന്നില്ല. ഒന്ന്, സ്ത്രീകൾക്ക് പറ്റാത്ത ഒന്നാമത്തെ കാര്യം അസ്സല, നിസ്കാരം അനുവദനീയമല്ല. ഇതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ല. 2, സൗം, നോമ്പ് അനുവദനീയമല്ല. അത് ഫർളാകട്ടെ സുന്നത്താകട്ടെ ഹൈലുള്ള സ്ത്രീക്ക് നോമ്പ് അനുവദനീയമല്ല. 3, മസ്സുൽ മുസ്ഹഫ്, മുസ്ഹഫ് സ്പർശിക്കുക എന്നുള്ളത് ഹൈലുള്ള സ്ത്രീകൾക്ക് അനുവദനീയമല്ല. മാത്രവുമല്ല വുളു ഇല്ലാത്ത ആർക്കും അത് അനുവദനീയമല്ല. അപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ഹിഫ്ള് പഠിക്കുന്ന സ്ത്രീകൾ, അവർ എങ്ങനെയാണ് ഈ 6-7 ദിവസം അവരെങ്ങനെയാണ് ഹിഫ്ള് മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞത്, അവർക്ക് എന്തെങ്കിലും ഖുഫാസൈൻ, കയ്യിലിടാവുന്ന ഉറകൾ, അവരുടെ ഗ്ലൗസുകൾ, അത് ധരിച്ചുകൊണ്ട് അതിന്റെ പേജുകൾ മറിക്കുന്നതിന് തെറ്റില്ല. നേർക്ക് നേരെ സ്പർശിക്കുന്നത് മാത്രമാണ് പാടില്ലാത്തത്. അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സ്പർശിക്കാവുന്നതാണ്. ഇനി ഒരാൾ ഇന്നത്തെ കാലത്തുള്ളതുപോലെയുള്ള മൊബൈലുകളോ ടാബുകളോ അതിലൊക്കെ ഒരാൾക്ക് ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ അങ്ങനെ പാരായണം ചെയ്യാം. മുസ്ഹഫ് സ്പർശിക്കുന്നത് മാത്രമേ തെറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത വിഷയം അൽ മുക്സു ഫിൽ മസ്ജിദ്, മസ്ജിദിൽ കഴിയുക എന്നുള്ളത് 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരും അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭൂരിഭാഗം ഉലമാക്കളും ജുംഹൂറായ ഉലമാക്കളും അത് അനുവദനീയമല്ല എന്ന് അഭിപ്രായക്കാരാണ്. ആധുനികരായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പോലെയുള്ള ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ല, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫളഹുല്ല, അങ്ങനെ തുടങ്ങി ധാരാളം ഉലമാക്കൾ, അൽ ലജ്നത്തു ദായിമ, സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭ, ഇവരെല്ലാവരും ഫത്വ നൽകിയിരിക്കുന്നത് അത് പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ല, ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല പോലെയുള്ള പണ്ഡിതന്മാർ അത് അനുവദനീയമാണ് എന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകുന്നത് അത് അനുവദനീയമല്ല എന്നുള്ളതാണ്. അതിന് തെളിവായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദിന്റെ ദിവസം, പെരുന്നാൾ ദിവസം മുസല്ലയിലേക്ക് എല്ലാ സ്ത്രീകളും വരാൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരാൻ പറഞ്ഞത് അവിടെ മാത്രമാണ്, മസ്ജിദിലേക്ക് അങ്ങനെ പ്രേരിപ്പിച്ചിട്ടില്ല. വീടാണ് ഉത്തമം. എന്നാൽ ഈദിന്റെ മുസല്ലയിലേക്ക് സ്ത്രീകളോട് എല്ലാവരോടും, ഹൈദുള്ള ആളുകളെയും വിളിച്ചു, ഹൈദുള്ള ആളുകളും വരണം. ഇനി വീട്ടിൽ ഒതുങ്ങി കഴിയുന്ന ബിക്റുകളായ കന്യകളായ സ്ത്രീകൾ എല്ലാവരും ഈദിന്റെ മുസല്ലയിലേക്ക് വരാൻ പറഞ്ഞു. ഫയഷ്ഹദ്ന ജമാഅത്തുൽ മുസ്ലിമീന വദഅവതുഹും, മുസ്ലിമീങ്ങളുടെ ആ ഒരു ജമാഅത്തൊക്കെ ഒന്ന് അവർ കാണട്ടെ, കാരണം അതൊരു സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വയഅ്തസിലുൽ ഹുയ്യളു അൻ മുസല്ലാഹുൻ. ഹുയ്യൽ അത് ഹൈദിന്റെ ബഹുവചനമാണ്. ഹുയ്യൽ ഹൈലുകാരികളായ സ്ത്രീകൾ അവർ മാറി നിൽക്കട്ടെ, മുസല്ലാഹുൻ മുസല്ലയിൽ നിന്നും അവർ മാറി നിൽക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞു മുസല്ലയിൽ ഹൈലുള്ള സ്ത്രീകൾ പാടില്ല, നിസ്കരിക്കുന്ന സ്ഥലത്ത് പാടില്ല. അപ്പൊ നിസ്കരിക്കാത്ത സ്ഥലത്ത് അവർക്ക് അനുവദനീയമാണ്. മസ്ജിദിലേ വരണ്ട എന്നല്ല ഈ പറയുന്നത്. ഇപ്പൊ ഇത്തരത്തിൽ ക്ലാസുകൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി മസ്ജിദിന്റെ മുസല്ലയല്ലാത്ത, വഖഫ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഭൂരിഭാഗം പണ്ഡിതന്മാർ അതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾ അവർക്ക് വ്യക്തമായി അവർ പഠിച്ച് തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് മസ്ജിദിലേക്ക് പ്രവേശിക്കാം എന്നാണ് അവർ മനസ്സിലാക്കുന്നത് എങ്കിൽ അവർക്കത് അനുവദനീയമാണ്. കാരണം ഇത് ഇജ്തിഹാദിയായ ഒരു വിഷയമാണ്. അതിന്റെ പേരിൽ ഒരിക്കലും അവർ ആക്ഷേപിക്കപ്പെടുകയില്ല. പ്രത്യേകിച്ചും സുന്നത്തിനെ പിൻപറ്റുന്ന ആളുകൾ അഥവാ ദേഹേച്ഛയെ പിൻപറ്റാതെ തെളിവിനെ യോജിച്ച് പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ ആ രൂപത്തിലുള്ള ആക്ഷേപമോ അവരെ അങ്ങനെ ഒരു മോശമായതോ നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. കാരണം അവർ ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് അനുവദനീയമാണ് എന്ന് ഷെയ്ഖ് അൽബാനിയുടെ ആ ഒരു അഭിപ്രായത്തിൽ, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള അഭിപ്രായത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നവരാണ് അവർ. അതിനാൽ തന്നെ ആക്ഷേപാർഹരല്ല. അവർ ആ ഒരു ഇജ്തിഹാദിൽ അവർക്കത് തെറ്റായി മനസ്സിലായാലും അതിൽ ആക്ഷേപാർഹരല്ല. എന്നാൽ ശരിയായി മനസ്സിലായ ആളുകൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ശരിയായി മനസ്സിലായ ആളുകൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അതുപോലെ ഹറാമാക്കപ്പെട്ട കാര്യമാണ് തവാഫ്. തവാഫ് സ്ത്രീകൾക്ക് പാടില്ല. എന്നാൽ സഈ അനുവദനീയമാണ്. അത് തവാഫില്ലാതെ സഈ ആവശ്യം വരികയില്ല. തവാഫ് കഴിഞ്ഞ സമയത്താണ് ഒരു സ്ത്രീക്ക് ഹൈദ് ഉണ്ടായാൽ അവർക്ക് സഈ പൂർത്തിയാക്കാം. തവാഫ് മാത്രമാണ് അവിടെ പാടില്ല എന്ന് പറഞ്ഞു. സഈ പൂർത്തിയാക്കാം, അത് അനുവദനീയമാണ്. അതുപോലെ ഹറാമായത് വത്ഉൽ ഹായിൽ, ഹായിദിനെ
ബന്ധപ്പെടുക എന്നുള്ളത് ഹറാമാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ അനുവദനീയമായ കാര്യങ്ങൾ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യാം. അൽ മുറൂറു ഫിൽ മസ്ജിദ്, മസ്ജിദിലൂടെ ഒന്ന് കടന്നു പോകുക, അത് അനുവദനീയമാണ്. ഒരു ഹൈദുള്ള സ്ത്രീക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒന്ന് എടുത്ത് പുറത്തേക്ക് പോകണം, അത് അനുവദനീയമാണ്. അപ്പൊ അവൾക്ക് എന്തെങ്കിലും ഒരു കാര്യം തലേ ദിവസം മറന്നു വെച്ചു, പിറ്റേ ദിവസം അവർ ഹൈദ, അവർക്കത് വന്ന് എടുത്ത് വേഗം പോകണമെങ്കിൽ പോകാം, അത് അനുവദനീയമാണ്. അതെല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളതാണ്. ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുക, ദിക്റുകൾ, അത് അനുവദനീയമായ കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിനോരോന്നും വിശദമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളുണ്ട്. അതിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ ധാരാളം തെളിവുകൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ചതും മറ്റുമൊക്കെ പറയുക എന്നുള്ളത് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള പ്രയാസമുണ്ടാകും. ഇത് ചുരുക്കി പറഞ്ഞതാണ്. ഇതിൽ കൂടുതൽ ആവശ്യമുള്ള ആളുകൾക്ക് ചോദിക്കാം, അത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയാണ്. ഇതോടുകൂടി നമ്മുടെ കിതാബു അത്ത്വഹാറ കഴിഞ്ഞു. കിതാബ് ത്വഹാറ കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു ഫിഖ്ഹിന്റെ അധ്യായത്തിൽ ഒന്നാമത്തെ കിതാബ് കിതാബ് ത്വഹാറയാണ്, ശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീട് കിതാബ് സ്വലാ, നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നമുക്ക് കിതാബ് സ്വലാ ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.